നിങ്ങൾക്ക് നേടാൻ സാധിക്കില്ല എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നേടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നമസ്കാരം, എൻ്റെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ HSC മലയാളം, HSC ഹിസ്റ്ററി, അതുപോലെ തന്നെ HSC കമ്പ്യൂട്ടർ സയൻസ്, ഇതിനെല്ലാം നോട്ടിഫിക്കേഷൻസും എക്സാം ഡേറ്റ് ഒക്കെ ഏകദേശം അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം പല ഉദ്യോഗാർത്ഥികളും ഇതിനു വേണ്ടിയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ എങ്ങനെ പഠിച്ചുകൊണ്ട് നമുക്ക് റാങ്ക് കരസ്ഥമാക്കാം. നിരവധി ഉദ്യോഗാർത്ഥികളാണ് എൻട്രി എന്ന പ്ലാറ്റ്ഫോമിലൂടെ HSC ആവട്ടെ, HSC ആവട്ടെ, LPUP ആവട്ടെ, KTET ആവട്ടെ, സെറ്റ് ആവട്ടെ, ഇത്രയും പോസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്രയും എക്സാമുകളിൽ റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത്. എൻട്രി അതുകൊണ്ട് തന്നെ HSCക്ക് വേണ്ടിയിട്ട്, HSC മലയാളം, HSC ഹിസ്റ്ററി, അതുപോലെ തന്നെ HSC കമ്പ്യൂട്ടർ സയൻസ് എന്നിവയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും പങ്കെടുക്കാം. അതിനു മുമ്പ് എന്താണ് ഈ ബാച്ചിൻ്റെ പ്രത്യേകത, എന്താണ് ഈ ബാച്ചിലൂടെ എൻട്രി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് HSC കോഴ്സിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 100 ദിവസമാണ്. 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് HSC മലയാളം, HSC ഹിസ്റ്ററി, HSC കമ്പ്യൂട്ടർ സയൻസ് നേടാൻ സാധിക്കുന്ന രീതിയിൽ, റാങ്ക് നേടാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ബാച്ച് അസൈൻ ചെയ്തേക്കുന്നത്. ഈ കോഴ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 250-ൽ പരം വീഡിയോ ക്ലാസ്സുകൾ, റെക്കോർഡ് ലൈവ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പ്രീമിയം ഫാക്കൽറ്റീസ് എടുക്കുന്ന, പ്രഗത്ഭരായ അധ്യാപകർ എടുക്കുന്ന വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ ഇതിനുണ്ട്. PDF സ്റ്റഡി നോട്ടുകളുണ്ട്, മോഡൽ എക്സാം ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ചോദ്യങ്ങളുണ്ട്. അപ്പം എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പങ്കെടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമും PYQ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ഇവിടെ അവൈലബിൾ ആയിരിക്കും. PDF നോട്ടുകളും സ്റ്റഡി നോട്ടുകളും എൻട്രിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള PDF സ്റ്റഡി നോട്ടുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് 50-ൽ പരം മോക്ക് എക്സാമുകൾ, HSC പൂർണ്ണമായിട്ടും HSC ബേസ്ഡ് ആയിട്ടുള്ള 50-ൽ പരം മോക്ക് എക്സാമുകൾ നിങ്ങൾക്ക് സാധ്യമാണ്. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പുകളും നിങ്ങൾക്കുണ്ടായിരിക്കും. ടെലഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോൾ ജോയിൻ ചെയ്താലും പ്രീവിയസ് ആയിട്ടുള്ള മെസ്സേജസ് അതിൽ കിടക്കുമെന്നുള്ളതാണ്. വാട്സപ്പിനെ പോലെയല്ല. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ഗ്രൂപ്പിന് അതിൻ്റേതായ സവിശേഷത ഉണ്ട്. ഇനി അടുത്തതായിട്ട് ഡെയിലി ലൈവ് എക്സാംസും ഡെയിലി ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഞാൻ പറയുന്ന പോലെ തന്നെ, ഞാൻ തൊട്ടുമുമ്പേ പറഞ്ഞ പോലെ തന്നെ എക്സാമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. HSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു വ്യക്തിയാവട്ടെ, അല്ലെങ്കിൽ HSC ആവട്ടെ, HSC ആവട്ടെ, LPUP ആവട്ടെ, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും ആവട്ടെ, എക്സാമുകൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ എക്സാമിൽ അറ്റൻഡ് ചെയ്താൽ മാത്രമേ എങ്ങനെയാണ് ഒരു ക്വസ്റ്റിൻ്റെ ഘടന അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ട് എക്സാം ഫോക്കസ്ഡ് ക്ലാസ്സസും എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്കെൻഡ് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കോഴ്സിനെ സംബന്ധിച്ചോ ആപ്പിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ചോ പല ഡൗട്ട്സുകളും ഉണ്ടായിരിക്കും. അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീക്കെൻഡ്ലി ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങുന്നതാണ് എൻട്രിയുടെ HSC കോഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടായിരിക്കും, എന്തുകൊണ്ട് HSC, എന്തിനാണ് ഞങ്ങൾ HSC എൻട്രിയിൽ എടുക്കുന്നത്? ഞങ്ങൾക്ക് വേറെ പ്ലാറ്റ്ഫോമുകളില്ലേ, വേറെ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഇല്ലേ, ഞങ്ങൾ അവിടെ പോയി എടുത്തൂടെ? ഞങ്ങൾക്ക് എവിടെ പോയി എടുക്കാമല്ലോ, ഞങ്ങൾ എന്തിനാണ് എൻട്രിയിൽ വന്ന് ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം? സാർ എന്താണ് ഈ പറയുന്നത്? സാർ എന്തിനാണ് ഞങ്ങളെ എൻട്രിയിലോട്ട് ക്ഷണിക്കുന്നതിൻ്റെ ഒറ്റ കാര്യമുള്ളൂ, ഇതാണ്. ഇത് മാത്രമല്ല, ഇതുമുണ്ട്, വരുന്നു ഇത് അങ്ങനെ നിരവധി സ്ലൈഡുകൾ തീരത്തില്ല. എൻട്രിക്ക് മാത്രം അവകാശപ്പെടുന്ന സ്ലൈഡുകൾ, എൻട്രിക്ക് മാത്രം അവകാശപ്പെടുന്ന ഫോട്ടോകൾ, എൻട്രിക്ക് മാത്രം അവകാശമുള്ള ഉദ്യോഗാർത്ഥികൾ, സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ ഒട്ടനേകം പേരാണ്. KTET ആവട്ടെ, സെറ്റ് ആവട്ടെ, LPUP ആവട്ടെ, HSA ആവട്ടെ, HSST ആവട്ടെ, റാങ്ക് എൻട്രിയിലൂടെ കരസ്ഥമാക്കിയിട്ടുള്ളത്. ജസ്റ്റ് പാസ്സല്ല, റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇതുകൊണ്ടാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. നിങ്ങൾ എൻട്രിയിലേക്ക് വരിക. HSC എക്സാമാണോ നിങ്ങളുടെ ലക്ഷ്യം? HSC വിജയമാണോ നിങ്ങളുടെ ലക്ഷ്യം? HSC റാങ്ക് ആണോ നിങ്ങളുടെ ലക്ഷ്യം? ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിട്ട് അവിടെ പോയി പഠിപ്പിക്കുന്നതാണോ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ വരേണ്ടത് എൻട്രി എന്ന പ്ലാറ്റ്ഫോമിലാണ്. അല്ലാതെ നിങ്ങൾ വേറെ വെട്ടം പോകണ്ട, എവിടെയും പോകണ്ട, ഇങ്ങോട്ട് വരിക. അതിന്
അനേകം തെളിവുകളാണ് എൻ്റെ പിന്നിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഈ സ്ലൈഡിലൂടെ നിങ്ങൾ കണ്ടത്. ഇത് തൊഴിൽ വാർത്തയിൽ തലക്കെട്ടണ ആ 3000-ലധികം എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾ കേറ്ററ്റിൽ വിജയം കൈവരിച്ചു. തൊഴിൽ വാർത്തയിൽ മാത്രം വന്ന ഒരു കാര്യമാണ്. ഇതിൽ കൂടുതൽ തെളിവൊന്നും ഞങ്ങൾക്ക് നിങ്ങളോട് അവകാശപ്പെടാനില്ല. നിങ്ങൾ വരിക, റാങ്ക് കരസ്ഥമാക്കണമെങ്കിൽ ഈ ഫോട്ടോയിൽ എൻട്രിയുടെ ഈ ലോഗോ പതിപ്പിച്ച ഈ ഫോട്ടോയിലെ ഒരു റാങ്ക് ജേതാവാകാൻ ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ എൻട്രി എന്ന പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.